ചങ്ങായിമാർ ഇന്നലെ നമ്മളെ സന്ദീപ് വാര്യർ വന്നിട്ട് പാലക്കാട്ടെ BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവനെതിരെ കുറച്ച് ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടിന് നേരെ ആരോപണം ഉന്നയിച്ച ആ ട്രാൻസ്ജെൻഡർ ഇല്ലേ, ആ ട്രാൻസ്ജെൻഡറും ഈ പ്രശാന്ത് ശിവനും തമ്മിൽ എന്തൊക്കെയോ ഡിങ്കാൽഫിക്ക സുഡാലിക്ക് ഉണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ലേ? അതിന് ഇന്നലെ തന്നെ പ്രശാന്ത് ശിവൻ വന്നിട്ട് എന്തെല്ലോ നൊടിച്ചിലിളക്കിനി. അതൊന്നും ഏശിക്കില്ല. അതൊന്നും ഏശാത്തോണ്ട് ഇന്ന് പ്രശാന്ത് ശിവ ഏട്ടനെയും കുട്ടി വന്നിനി. ഏട്ടനേരാന്നറിയില്ല, നമ്മളെ കൃഷ്ണകുമാർ പാലക്കാട് സ്ഥാനാർത്ഥി എന്നിട്ട് തോറ്റിട്ടില്ലേ, മൂപ്പറിയും കുട്ടി വന്നിനി. മൂപ്പറിയും കുട്ടി വന്നത് എന്തിനാന്ന് എനക്ക് മനസ്സിലായില്ല. എനക്ക് തോന്നുന്നുണ്ടല്ല പ്രശാന്ത് ശിവൻ പറഞ്ഞു വരുന്നത് ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു വരുന്നത് തോന്നുന്നു. നമുക്ക് എന്തായാലും ഏട്ടമ്പാവിയും ചേട്ടമ്പാവിയും എന്താണ് പറയുന്നത് കേട്ടിട്ട് വരാം. വാ. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ അതൊക്കെ നിങ്ങൾ പുറത്തു വിട്ടാൽ നിങ്ങൾ മാറും. നിങ്ങളെ കയ്യിലുള്ള ചാറ്റും നിങ്ങളെ കയ്യിലുള്ള ഫോട്ടോസ് നിങ്ങൾ എന്തിനാ പുറത്തു വിടുന്നത്? നിങ്ങൾ ആ മസിലിന്റെ പേരെ കൂടിയിട്ട് ആകെ മൊയന്തായ നിങ്ങളതൊന്ന് പുറത്തു വിട്ടേക്കല്ലേ, പൊട്ടത്തരത്തും കാണിക്കല്ലേ. നമുക്ക് എന്താ ഇയാൾ പറഞ്ഞ് നമുക്ക് ശരിക്കൊന്ന് കേട്ടോക്കാം. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ കോൺഗ്രസ് അല്ല, പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല. ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല, മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതികേടിലേക്ക് വരും. ആരെയാ പറഞ്ഞു മനസ്സിലായ? സന്ദീപ് വാര്യരെ കുറിച്ചാണ് ഈ രണ്ട് മൊയന്തുകൾ പറയുന്നത്. സന്ദീപ് വാര്യർ എന്തെല്ലോ ചാറ്റു എന്തെല്ലോ ഫോട്ടോസ് ഉണ്ട് എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ചങ്ങായി നിന്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിട്. അല്ലാണ്ട് ഇപ്പം പൊട്ടിക്കെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. സാധനം കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പൊട്ടിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഏട്ടനതിനും കൂടി പൊട്ടിക്കൂല. ഇവരെന്തെങ്കിലും പൊട്ടിച്ച സന്ദീപ് വാര്യരുടെ അപ്പുറത്ത് ഇതിലും വലിയ ആ മുട്ട് പൊട്ടിക്കും, ഗുണ്ട് പൊട്ടിക്കും. അത് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവരെ കയ്യിൽ സാധനം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി പൊട്ടിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് പൊട്ടിക്കൂല. ഇനി വേറൊരു കാര്യം, നിങ്ങളെ കയ്യിൽ പൊട്ടിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ആരുടെ സാധനമായിരിക്കും? ഈ സന്ദീപ് വാര്യർ ഇത്രയും കാലം ഏത് പാർട്ടിയിലാണ്? ഇപ്പോഴല്ലേ കോൺഗ്രസിലേക്ക് പോയത്. അതിനു മുന്നേ നിങ്ങളെ സംഘപരിവാറിൽ ഉണ്ടായത്. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള ചാറ്റും ഫോട്ടോസും ആരുടെ കൂടെയായിരിക്കും? നിങ്ങളെ കൂടെയുള്ള കുലസ്ത്രീകളുമായി ബന്ധമുള്ള സംഭവമായിരിക്കില്ലേ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാലം ഈ കുലസ്ത്രീകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യരെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കൂടിയില്ലേ? അപ്പൊ നിങ്ങൾ ആരാ ശരിക്കും ആട്ടാ? കൃഷ്ണകുമാറാട്ടാ നിങ്ങൾ ആരാ അതൊന്ന് പറഞ്ഞു തന്നട്ടെ. സന്ദീപ് വാര്യർ അടക്കം താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ പ്രശാന്ത് ശിവനുമായി താങ്കൾക്കെതിരെ ചോദ്യം നിന്നോടല്ലാണ്ട് നീയും ട്രാൻസ്ജെൻഡറുമായി ബന്ധമുണ്ടെന്നല്ലേ സന്ദീപ് വാര്യർ പറഞ്ഞേ. ഇനി അത് നീ മെല്ലെ കൃഷ്ണകുമാറിനെ നെഞ്ചത്തോട്ട് ഇടേണ്ട പരിപാടിയാണല്ലേ. കൃഷ്ണകുമാർ ഫസ്റ്റ് ഒന്ന് പേടിച്ചു വേട്ടാ ന്യായീകരിക്കാൻ ഈ വേട്ടാവളിന്റെ അപ്പുറം വന്നിട്ട് ഈ വേട്ടാവളിനെ ആ സംബന്ധിച്ച എന്റെ തലയിൽ ഇടുമെന്ന് ആദ്യം ഒന്ന് കൃഷ്ണകുമാർ പകച്ചുപോയി. ജിമ്മം എല്ലാ സംഭവം കൃഷ്ണകുമാറിന്റെയും കൂടി തലയിലിടാൻ നോക്കിയതാണ്. ഒന്നും കൂടി ആ ട്രാൻസ്ജെൻഡർ കൃഷ്ണകുമാറിന്റെ കൂടി തലയിടാൻ വേണ്ടി ജിമ്മനൊന്ന് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? താങ്കൾക്കെതിരെ പണ്ട് തങ്ങളെ മാറ്റി നിർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് മാത്രമല്ല, ഇതിന് പിന്നിലൊക്കെ ഇന്നലത്തെ അവന്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഗൂഢാലോചന താങ്കളാണെന്നും പറയുന്നു. ഞാൻ മറുപടി പറയണോ? ആള് പറയാ കൃഷ്ണകുമാർ മനസ്സിലെന്നാ വിചാരിക്കുന്നടാ. എടാ നീ മറുപടി പറടാ, നീയും ട്രാൻസ്ജെൻഡറുമായിട്ടല്ലേ ബന്ധം? അത് എന്റെ തലയിൽ കൂടി കെട്ടിവെക്കല്ലടാ, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പ്രശാന്ത് ശിവന്റെ മനസ്സിലെന്നറിയാം എങ്ങനെ ഇത് ഇയാളെ തലയിൽ കൂടി കെട്ടിവെക്കാൻ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്റെ കളരി പരമ്പര സംഘദൈവങ്ങളെന്നാണ് പ്രശാന്ത് ശിവന്റെ മനസ്സിലുള്ളത്. ആകെ 3G ആയി പോയിട്ടുള്ളേ. നിങ്ങൾ ഇതിന്റെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാലക്കാടുള്ള ആളുകളാണല്ലോ. പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയതെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. പ്രശാന്ത് ശിവൻ 2019 മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ 20 മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ്. 2020 മാർച്ച് മാസം മുതൽ 2025 ജനുവരി 27 വരെയുള്ള ഏത് പീരീഡിലാണ് യുവമോർച്ചയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന് ആൾ അറിഞ്ഞോളാം. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ എപ്പോഴാണ് യുവമോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. അത് സത്യം. നിന്നെ എപ്പോ അധ്യക്ഷനാക്കിയത് നിന്റെ ഏട്ടന്, നിന്റെ കൃഷ്ണകുമാർ ഏട്ടന് വരെ അറിയില്ല. പിന്നെ നമുക്ക് എവിടെ അറിയാം എന്റെ ജിമ്മ? ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും വലിയ കോമഡി. ഇവര് രണ്ടാളും കൂടി ഉന്നം വെച്ച വെടിയുണ്ടല്ലോ, ആ വെടി ഇവരെ കുണ്ടിക്ക് തന്നെ ഒരു ലെവലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാണ്ട് ഇവരെ കുണ്ടിക്ക് തന്നെ കൊള്ളുന്ന മനോഹരമായ കാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ. ഇവരെ കുണ്ടിക്ക് മാത്രമല്ല കേട്ടാ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ BJP-ക്കാരെ കുണ്ടിക്കും തന്നെ ഇവര് വെക്കുന്ന വെടി കൊള്ളുന്നത് നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചു കേട്ടോ. പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത്? 2012 തൊട്ട് 2016 വരെ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്? ഈ കഴിഞ്ഞ കാലയളവിൽ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നൊക്കെ
കേരളത്തിലെ എല്ലാ മാധ്യമ പ്രതിനിധികൾക്കും അറിയാം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല. എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെച്ചപടി ഇവരെ കുട്ടിക്ക് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ രണ്ടാളും തന്നെയാ, വേട്ടാവളിയന്മാരെ. കാരണം നിങ്ങളിപ്പം പറഞ്ഞല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദീപ് വാര്യർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ എപ്പോഴാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായത്? നിങ്ങളെ കൂടെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആരാണ് നിങ്ങൾക്ക് പരാതി തന്നെ? നിങ്ങളെ കൂടെയുള്ള നിങ്ങളെ കുലസ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾ ഈ പറ്റിക്കുന്നതും വഞ്ചിക്കുന്നതും ആരെയാണ്? നിങ്ങളെ കൂടെയുള്ള കുലസ്ത്രീകളാ. അതുമാത്രമല്ല, ഈ പ്രശാന്ത് ശിവൻ എന്ന മൊണ്ണ പറഞ്ഞ ആരോപണം കേട്ടാ. ഇനി അവിടെയുള്ള കുട്ടികൾക്ക് ഈ സന്ദീപ് വാര്യരുടെ മുഖച്ചായി ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണ്ടാന്ന്. എടാ മൊണ്ണെ, അങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആർക്കാന്ന് കുട്ടികൾ ഉണ്ടാവുക? നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്കെടാ കുട്ടി ഉണ്ടാവുക സന്ദീപ് വാര്യരുടെ മുഖച്ചായി ഉള്ളേ. നീ എന്ത് മൊണ്ണത്തരാ പറയുന്നത്? നീ വെക്കുന്നവടി നിന്റെ കുണ്ടിക്ക് മാത്രല്ല, നിന്റെ കൂടെയുള്ള എല്ലാ BJP-ക്കാരുടെ കുണ്ടിക്കും അത് വെക്കുന്നു. ഇതിപ്പോ ഈ രണ്ടാളും വന്ന് വെച്ചിട്ട് ഊക്കുന്നത് ആരെയാണ് അറിയാം? ഇവര് ഊക്കാൻ വിചാരിച്ച സന്ദീപ് വാര്യയാണെങ്കിൽ ഇവര് BJP കുടുംബത്തിന് മൊത്തം നിന്നും ഇരുന്നും ഊക്കുന്നു. കാരണം ഇത്രയും വലിയൊരു ആരോപണം ഇവര് BJP കുടുംബത്തിന് തന്നെ സന്ദീപ് വാര്യർക്കെതിരെ ഉണ്ടായിട്ടും ഇവര് രണ്ടാളും അത് ഒളിച്ച് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം ഇവര് കളിച്ച കളിയും സന്ദീപ് വാര്യരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇവര് പറഞ്ഞത് പച്ചക്കള്ള. ഇവരെ കയ്യിൽ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല. പിന്നെ ഇവര് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവര് വെച്ചപടി ഇവരെ കുണ്ടിക്ക് മാത്രമല്ല, ഇവരെ കുണ്ടി മാത്രമേ എല്ലാ സ്ഥലത്തും കൊണ്ട്. ഇത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട് ഇവര് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കല്ലേ ചെയ്തേ? അയാള് പാർട്ടിയിൽ നിന്ന് പോയത്, അയാൾ സ്വയം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിലേക്ക് പോയത്. അതും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാല. ഇവർക്ക് അയാൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ആരോപണം അയാൾക്കെതിരെ ഉണ്ടായിട്ട്, ഇത്രയും വലിയ തെളിവുകൾ ഇവരെ കയ്യിൽ ഉണ്ടായിട്ട് ഈ രണ്ട് വേട്ടാവളിയന്മാരും അത് തലയണന്റെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുയത്. അല്ലെങ്കിൽ ആ ഫോട്ടോസും ആ വീഡിയോസും കണ്ട് സുഖിക്കുകയത്. എന്നിട്ട് നാണുമാനോ ഉളുപ്പില്ലാണ്ട് ഇപ്പം വന്നിട്ട് സന്ദീപ് വാര്യർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മോനെ BJP-ക്കാർ ഇതെല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചോ. നമുക്ക് അടുത്ത ആരോപണത്തിലേക്ക് കടക്കാം. ഇതൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു തവണ ക്ലോസറ്റിലോട്ട് ഒരു മാലിന്യോട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു, അതവിടെ പോയി. വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒരു മറുപടി അയാൾ അർഹിക്കുന്നില്ല. ഞാൻ അതിനകത്തോട്ട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ചില ആളുകളോട് ഗുസ്തി പിടിക്കരുത്, നമ്മുടെ ദേഹത്ത് ചെളി പുരളും. അവർക്ക് അതൊരു ഹരമാണ്. അത്തരം ആളുകൾക്ക് മറുപടി പറയാനില്ല. പ്രശാന്ത് ശിവൻ പറഞ്ഞ ക്ലോസറ്റിലുള്ള മാലിന്യം അത് പ്രശാന്ത് ശിവൻ തന്നെയാണ്. പിന്നെ കൃഷ്ണകുമാർ പറഞ്ഞില്ലേ പന്നികളോട് അടികൂടാൻ പാടില്ലാന്ന്. ആ പന്നിനെയും കാട്ടി കഷ്ടമായ അവസ്ഥയിലാണ് കൃഷ്ണകുമാറെ നിങ്ങളെ അവസ്ഥ. കാരണം അത്രമാത്രം ആരോപണങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ രണ്ട് വേട്ടാവളിയന്മാരും ആ കേസൊക്കെ മുക്കി നക്കിയിട്ട് ഇപ്പം കുറെ കാലം കഴിഞ്ഞ് വന്നിട്ട് എന്റെ കയ്യിലും മറ്റേ സാമാനുണ്ട്, ഞാനിപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ് പാലക്കാട്ടെ ജനങ്ങളെയും കേരളത്തിൽ മൊത്തമുള്ള BJP-ക്കാരെയും മൊത്തം മൂഞ്ചിച്ച് കളഞ്ഞല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ BJP-ക്കാരോടാണ്. ഇവര് രണ്ടാളും അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പാർട്ടിന്റെ അവസ്ഥ പടവലങ്ങ പോലെ തായലാണ്. ഈ രണ്ടാളും കൂടി പടവലങ്ങ പോലെയല്ല, ഈ രണ്ടും കഴിക്കുന്നത് മുരിങ്ങക്കോലാണ്. മുരിങ്ങക്കോല് കഴിച്ചാൽ പടവലങ്ങന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് പടവലങ്ങയും തൂക്കിയിട്ട് ഇവര് നിങ്ങളെടുക്ക വരുന്നുണ്ടെങ്കിൽ ആ പടവലയങ്ങ് ചെത്തിക്കോ. ഇവർക്ക് സന്ദീപ് വാര്യർക്കെതിരെ പറയാനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനും ഒരൊറ്റ വോയിസ് ഇല്ല. കാരണം അത്രമാത്രം മൊയന്തുകൾ ഈ രണ്ടു മൊയന്തുകളും പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നിങ്ങളെ പാർട്ടിയിലെ തന്നെ പാവപ്പെട്ട സ്ത്രീ ആരോപണങ്ങൾ പൂഴ്ത്തി വെച്ചിട്ട് അതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത്. അങ്ങനെയല്ല ഇവര് പറഞ്ഞത് പച്ചക്കള്ളാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കെതിരെയാണ്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ത്രീകൾക്കെതിരെയാണ്, നിങ്ങളെ BJP-ക്കാരായ സ്ത്രീകൾക്കെതിരെയാണ് ഈ രണ്ട് മൊയന്തുകൾ വ്യാജമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അവരെയാണ് ഇവർ നാട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ BJP-ക്കാരെ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ ഇവരെ പടവലങ്ങി അങ്ങ് ചേർത്തി അങ്ങ് കളഞ്ഞോ. രണ്ടിന് നല്ലോണം കൊടുത്ത് നല്ലോണം ഒട്ടിക്ക്. രണ്ട് നല്ല വേട്ടാവളിയന്മാരാണ്, രണ്ടിനെ അടുപ്പിക്കണ്ട. അപ്പൊ ഒന്നുകൂടി പറട്ടെ, നിങ്ങൾ സൂക്ഷിച്ചാൽ ഇങ്ങക്കല്ലത്. പടവലങ്ങിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പടവലങ്ങ നിങ്ങൾ എന്നെ ചെത്തിക്കോ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാണ്.